ഒഴിഞ്ഞ കസേരകൾ എന്തായാലും കണ്ടവരാണ് മലയാളികൾ. ആ ഒഴിഞ്ഞ കസേര അവിടെയുണ്ട്. എന്തായാലും സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് അവിടെ ഉയർന്ന മുദ്രാവാക്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഭരണം തായോ എന്ന് പറഞ്ഞ് സ്വാമിയെ ഭരണമയ്യപ്പ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ ഓരോ മാർക്സിയൻ ചിന്തകരും ഭക്തരായി മാറും നേരമെന്നാണ് താങ്കളുടെ വിശദീകരണം കേട്ടപ്പോഴും എനിക്ക് തോന്നിയത്. അപ്പോൾ മാർക്സിയൻ ചിന്തകരൊക്കെ ഭക്തരായി മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വിജയൻ എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടുതൽ വിജയങ്ങളിലേക്ക് പോകുന്നതിന് അദ്ദേഹം ഭക്തിയുടെ മാർഗത്തിലേക്ക് വരുന്നെങ്കിൽ ഞാൻ അതിനെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിനുള്ളിലെ ഭക്തനെ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മലയാളികളും അത് തിരിച്ചറിയാൻ പോവുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഭക്തനെ നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇന്നൊരു അയ്യപ്പ വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ച് ക്ലിഫ് ഹൌസിൽ കൊണ്ടുവച്ച് അതിൽ അദ്ദേഹം എന്നും വിളക്ക് കൊളുത്തി, ഇന്ന് വിളക്ക് കൊളുത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ ശിഷ്ടകാലം അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് അദ്ദേഹത്തിന് അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. പിന്നെ രണ്ടാമത്തെ ന്യായം കൂടി ഞാൻ പറയാം. തണുപ്പ് കൂടുതലായതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി. കല്ലും മുള്ളും ചവിട്ടി കാനന പാതയിലൂടെയും അല്ലാതെയും ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്ന വൃശ്ചികം ധനു മാസങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ എസിയുടെ തണുപ്പ് കാരണം എഴുന്നേറ്റ് പോയത്രേ. എന്തൊരു ന്യായമാണ്! ന്യായം പറയുന്നതിന് ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ?